മോളു എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഈ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി അവർ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല, എന്നാൽ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത്? ആർ യു വെച്ചിട്ടാണോ ചോദിക്കേണ്ടത്, ഡു യു വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ളൊരു സംശയം എല്ലാവരിലും ഉണ്ടാവും. ക്വസ്റ്റ്യൻ വേർഡ്സ് വേറെ ഉണ്ട്, അതിനെപ്പറ്റിയല്ല നമ്മൾ പറയുന്നത്. അതായത് WH ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത്. ആർ യു വെച്ചിട്ടാണോ ഡു യു വെച്ചിട്ടാണോ എന്നുള്ളത്. അതായത് ഇപ്പോൾ WH ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് നോക്കുമ്പോൾ WH ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്, നമുക്ക് എളുപ്പം അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആർ യു എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഡു യു എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കുറേ പേർക്ക് സംശയമാണെന്ന് എനിക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അവസ്ഥയെ, ഒരു കണ്ടീഷനെ കുറിക്കുന്ന ചോദ്യങ്ങളാവുമ്പോൾ നമ്മൾ ആർ യു ഉപയോഗിക്കുക. ആക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആവുമ്പോൾ നമ്മൾ ഡു യു ഉപയോഗിക്കുക. അതൊരു ടിപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും പ്രാവർത്തികമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് ശരി തന്നെയാണ്.